ഭാരതി, ആ വീടിന്റെ താക്കോലെ കൊടുത്തോളൂ. സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. വീട് നല്ല ഒന്നാന്തരം വീടാ. ഇങ്ങോട്ട് കേറിയിരിക്കായിരുന്നല്ലോ. വേണ്ട, സമയമില്ല. ഒന്ന് വേഗം കൊണ്ടുവരൂ. എന്റെ ഭാര്യയാണ്. വേണ്ട, അങ്ങോട്ട്. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനൊരാള് വേണല്ലോ. ആളിപ്പോ രാംസിംഗ് ഇവിടെ വരിക. ഒന്ന് വേഗമാണോ ഊർക്കെ? ഇയാളെ ഏൽപ്പിക്കാം. ഇയാൾ ഗൂർഖയാണ്? ജി സാർ. हम लोग नेपाल में बचपन से केरला आ गई. കണ്ടാ മലയാളമാണെന്ന് തോന്നുന്നു. മലയാളം അറിയാവോ? ജി സാർ അറിയാം. ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരിക. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. മനസ്സിലായോ? ഞാൻ താക്കോലെ. വരട്ടെ, കാണാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. എന്ത് തീരുമാനിച്ച്? തലിക്കാട്ടെ കുളി കഴിഞ്ഞ? നമ്മളെ കുളി കഴിഞ്ഞ്. നിങ്ങളെന്ത് തീരുമാനിച്ച്? എന്ത്? അത് ശരി. എടാ പവിത്ര, നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുഗും ബുഗും വിചാരിച്ചിട്ട് തോട്ടിങ്ങൽ അതിർമാന് വരിക്കോലി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ. ഒന്നൊക്കിരി വാടകയില്ല. അതിൽ പെട്ടിരുത്തോ അറിയിച്ചോ? എടോ, മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. നമുക്ക് മുറി പോയി സംസാരിക്കാം. അവിടെ പോയിരുന്നു. ആദ്യ കാര്യം പറ. അയലത്തുകാരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അവർക്ക് എന്ത് തോന്നുന്നു? തോന്നിട്ടു നമ്മളെ ചെലവില് വാടക തരാതെ ഓസി കഴിയുന്നത് 10 ആളറിയട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ വാടക കാര്യം ഇതുവരെയുള്ള വാടക തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. താനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ഓഹോ, അങ്ങനെ ഇറക്കണമെന്ന് കാണുമല്ലോ. എന്താ ഞാൻ ഇറങ്ങൂല? താനല്ല, തന്റെ വല്യാപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല. എടാ വാടക വയ്ക്കുമ്പോ വല്യാപ്പ എന്റെ ഇവിടെ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് പുരിയാണോ പവിത്ര? ഇന്ന് രണ്ടിലൊന്നും അറിയണം. വാടക വയ്ക്കുമ്പോ വല്യാപ്പനെ പറയാം അടിച്ച് 3 പൊട്ടിച്ചാണെന്ന് അറിയിച്ച മോൻ. ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്. എക്സാം എടുത്തല്ലേ? പക്ഷെ മിക്കവാറും പൊട്ടും. എന്താ? മനസ്സമാനത്തോടെ 4 അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. വഴക്കിന്റെ കാര്യമാണോ? ഞങ്ങൾ വെറുതെ തമാശക്ക്. തമാശക്കൊന്നുമല്ല. നിങ്ങൾ 3 മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ. 3 പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? സംഗതി എന്താണെന്നറിയാം. ബ്ലേഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ചെറിയാച്ചൻ ഇത്തിരി ഞെരുക്കത്തില്ല. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയച്ഛനെ ഞെരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഗുരുവായൂരപ്പാ. ജോലിക്കാരൻ മാത്രമാണെന്ന് ചെറിയാച്ചൻ നിങ്ങളുടെ കാശ് എന്റെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. താനറിയാതെ ചെറിയാച്ചൻ എങ്ങും പോകത്തില്ലെന്ന് ഉറപ്പാ. ചെറിയാച്ചൻ പെട്ടിയിലിട്ട് ഒപ്പിടിച്ചാൽ ഞാൻ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം കാശ് കൊടുക്കാനില്ലേ?
കുന്നമ്പലത്ത് ഫൈനാൻസിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് സ്വാമിജി. നീയൊക്കെ നാട്ടുകാരെ പറ്റി ജീവിക്കറിയിക്കല്ലേ? ഞാനൊന്നും ചെയ്തില്ലെന്ന്. ഇറങ്ങി വാ. വേണ്ട വേണ്ട വേണ്ട, ഇരിക്കുകയാണെങ്കിൽ അകത്ത് വെച്ചിരിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ വെളിയിൽ ആളുകൾ കാണും. ഇങ്ങോട്ട് ഇറങ്ങി വേണോ? നില്ലങ്ങോട്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധുവാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു? ആ ആ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് സാർ. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. ആ, അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു. എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ ആരാടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല, എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്നെ ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അയ്യേ, എന്ത് ബന്ധം? ആ, അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോനെ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളെ വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം? വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലാവില്ല. അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അതേ കണ്ടില്ല. ഇതോളെ അമ്മാവന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതെന്താ അങ്കിളും ഇങ്കിളെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാം. അല്ലാതെ പോലീസുകാര് 2ാം വട്ടം ഇരിക്കാൻ പ്ലാൻ ഇടുമ്പോഴാ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ വന്നത്. അതിനുശേഷം ആ ഇൻസ്പെക്ടർക്ക് എന്നോടുള്ള ബഹുമാനം കാണുമായിരുന്നു. വലിയ ഉപകാരം. നല്ല ആരോഗ്യമുണ്ടല്ലോ. ബ്ലേഡ് കമ്പനി വിട്ട് ദേഹാധ്വാനമുള്ള വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കിക്കൂടെ? എന്ത് ജോലി? കൂലിപ്പണിയാ. ഞാനേ 3 ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ലോഡ്ജിൽ തന്നെ ഇരുന്നാ മതി. ആവശ്യക്കാരങ്ങോട്ട് അന്വേഷിച്ച് വരട്ടെ. കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ എവിടാ ജോലി ചെയ്യുന്നത്? എന്തിനാ? അദ്ദേഹത്തോട് പറഞ്ഞൊരു ജോലി ഓഹോ, വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല, അതുകൊണ്ടാ. എങ്കിൽ നാട്ടിൽ തന്നെ വല്ലതും നോക്കിക്കൂടെ? പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്. നാട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. ജോലിയില്ലാതെ 2-3 ദിവസം തറവാട്ടിൽ പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും. കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ. പ്രശ്നമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. Excuse me. എന്താ? സ്വകാര്യ. ജോലിക്കുള്ള അന്വേഷണം നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. സ്വല്പം സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് സ്റ്റാളിൽ ചെറിയ സാധ്യതയുണ്ട്. സാഹിത്യവാസന ആർക്കാ? ബുക്ക് സ്റ്റാൾ ആർക്കോ? എന്നെ പറ്റി ഒന്നും കേട്ടിട്ടില്ല? ഒന്നും അറിയില്ല? ഇല്ല. ഈ കുന്നുംപുറത്ത് സേതുമാധവൻ എന്ന പേരിൽ ബാലപംക്തിയിലൊക്കെ കവിത വരാറില്ലേ? അത് ഞാനാ. ഓഹോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇനിയും ശ്രദ്ധിച്ചോളൂ. ഓ. അല്ല, ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. എന്താ? ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പറഞ്ഞോളൂ. ലോഡ്ജിലെ കൂട്ടുകാർ ഇരിക്കെ പൊറുതി തരുന്നില്ല. ഒരു 15 ഡേയ്സിന് 15 ദിവസത്തേക്ക് ഒരു കൈവായ്പ എന്ന രീതിയിൽ 150 റുപ്പീസ്, 150 രൂപ ഉണ്ടാവും എടുക്കാൻ. എനിക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ, ഞാൻ പഠിക്കുകയല്ലേ. അതെ, എന്നാൽ ഈ പോക്കറ്റ് മണി, ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. തൽക്കാലം വേറൊരിടത്തുനിന്നും മറിക്കാനുള്ള സാധ്യത കാണുന്നില്ല, അതുകൊണ്ടാ. ഞാൻ ശ്രമിച്ചു നോക്കാം. ഉറപ്പ് പറയുന്നില്ല. അല്ല, ഉറപ്പ് പറയണ്ട, പക്ഷെ ഉറപ്പായിട്ട് ഒപ്പിച്ചു തരണം. നോക്കട്ടെ. ഒപ്പിച്ചു തരണം. ഉം. ആ. എന്താണാവോ? സേതുല്ലേ? ഓ, സേതുവിനെയാണോ? എടാ സേതു, ഓൻ കുറച്ച് തിരക്കിലാ. ഓൻ അവിടുത്തെ തേങ്ങ അടുക്കള പണി ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. വാടക ഏതായാലും തരില്ലാണ്. അതിനെങ്ങനെങ്കിലും മുതലാട്ടെ. ആ, മോക്ക് എന്ത് വേണം നമ്മളോട് പറഞ്ഞോളി. ഒന്നും വേണ്ട.
ആരാ ഇത്? ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചുകൊണ്ട് അത് കുഴപ്പമില്ല, ഭാവന ഉള്ളതുകൊണ്ട് എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോഴെങ്കിലും എഴുതാം. ദാ, ഇന്നലെ പറഞ്ഞത് മുഴുവനില്ല കേട്ടോ. ഇത് മതി. ഒരു മിനിറ്റ്. ബുദ്ധിമുട്ടായ സാരല്ല. കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. സാരല്ലെന്ന് പറഞ്ഞില്ലേ? ചായ വേണ്ട, ഞാൻ പോട്ടെ. നിന്റെ ആ പുഴുങ്ങിയ ചിരി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല, നമ്മൾ പിടിക്കുന്ന കാര്യം കുത്തിയിട്ട് കുറച്ച് തിരിച്ചെടുത്ത് എന്തായാലും. ഓ, അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി മതി. പാടെ പിടിച്ചേ. പ്രശ്നം തീർന്നല്ലോ. ആ, ഇത് കാര്യം അല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്ത്? അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു. ഇപ്പതാ കാശും കൊണ്ടുവന്നിരിക്കുന്നു. നേരെ തന്നെ. അല്ല മോനെ, തടി കേട് വരുമോ? എന്തിന്? അല്ല, നീ ഓളിയിട്ട് വല്ല ലവോ കാര്യമുണ്ടോ? ലവോ? അതെ, ഒരുപാട് പുകഴ്ത്താൻ പറഞ്ഞല്ലോ. പോകിത്തരാ. പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ പാടില്ലേ? നിനക്ക് ചൂടാവില്ല. പറയട്ടെ, നിനക്ക് പോയിട്ട് ആ കവിത എഴുതി മുഴുവനാക്ക്. എനിക്ക് ഓഫീസ് പോകാനാകുമ്പോ ചോറും കറി ആകേണ്ടതാണ്. പിന്നെ ഭാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളരുത്, നോക്കി തരണം. ഇതാ തന്നെ സംഗതി. ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? അന്തസ്സായിട്ട് വാടക കൊടുത്തു. കുട്ടി ലോഡ്ജ് വന്ന് കാശ് തന്നപ്പോ അവന്മാരുടെ കണ്ണ് തള്ളിപ്പോയി. പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണായിരിക്കും ഞാൻ തള്ളിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ജോലി കിട്ടിയില്ലേലും കാശുണ്ടാക്കാനുള്ള പണി ഒപ്പിച്ചു. 7 കവിതകൾ എഴുതി 7 വാരികൾക്ക് അയച്ചു കൊടുത്തു. ഒരു കവിതയ്ക്ക് 20 രൂപ വെച്ച് കൂട്ടിക്കോ. അപ്പൊ എന്റെ കാശ് പോയത് തന്നെ. വിശ്വാസമായില്ലല്ലേ? കാശ് കിട്ടുമ്പോ വിശ്വസിക്കുമല്ലോ. പിന്നെ വാടക കൊടുത്തു കഴിഞ്ഞിട്ട് അവന്മാരുമായി വേറൊരു പ്രശ്നത്തെ എനിക്ക് ഉടക്കേണ്ടി വന്നു. എന്തിന്? എന്നെ എന്ത് വേണേലും പറഞ്ഞോളട്ടെ, പക്ഷേ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നെ വളരെ സന്നിഗ്ധമായ 2 ഘട്ടങ്ങളിൽ സഹായിച്ചു. അത്രയല്ലേ ഉള്ളൂ. അവന്മാരുടെ മൂന്തക്കെട്ടൊന്ന് കൊടുക്കാൻ തോന്നി. അവര് പറയാ കുട്ടിക്ക് എന്നോട് ലവ് ആണെന്ന്. അവരുടെ മൂന്തക്കെട്ടിട്ട് പൊട്ടിക്കണമായിരുന്നു. അല്ല, സത്യത്തിൽ എന്നോട് അങ്ങനെ വല്ലതും ഉണ്ടോ? കുടക്കിനാകളിൽ തുടിച്ചുണർന്നുവാ, മിഴിക്കുടങ്ങളിൽ ഉരഞ്ഞുപോലെവാ, വസന്തകാല ജാലലോലയാ, കന്നിപ്പെണ്ണിൻ ചെല്ലച്ചുണ്ടിൽ കള്ളച്ചിരിയുമായി വാ, കുഞ്ഞിക്കുളിരുന്നുള്ളിവാ. കായാമ്പൂവല്ലോ കരയാമ്പൂവല്ലോ നീലം ചോറും നയനങ്ങൾ രണ്ടും, മനസ്സൊരു മഞ്ഞു നീക്കണം, അതിനിവൾ ബിംബമാകണം, മനസ്സൊരു മഞ്ഞു നീക്കണം, അതിനിവൾ ബിംബമാകണം. ഓരോ നാളും ഓരോ രാവും ഓരോരോ ലഹരിയല്ലയോ, മണ്ണിൽ ജന്മം സഫലമല്ലയോ, തുടക്കിനാക്കളിൽ തുടിച്ചുണർന്നുവാ, ശ്രുതിത്തിരാക്കളെ പറന്നുയർന്നുവാ.
അല്ലയോ തുടക്കിനാക്കളിൽ തുടിച്ചുണർന്നുവാൻ വിഴിക്കുടങ്ങളിൽ ഒരഴകുപോലെ വാ വസന്തകാല ജാലലോലയാ കന്നിപ്പെണ്ണിൻ ചെല്ലച്ചുണ്ടിൽ കള്ളച്ചിരിയുമായി വാ കുഞ്ഞിക്കുളിരുന്നുള്ളിവാ ശ്രുതിപ്പിരാക്കളെ പറന്നുയർന്നു വാ ചുടിക്കടങ്ങളിൽ പുരമൃതമായി വാ സുഗന്ധവാഹിയായ തെന്നലിൽ അള്ളിത്തേരിൽ തുള്ളിത്തുള്ളി ഒത്തിച്ചിരി ചൊല്ലുന്നു വാ ചിട്ടസ്വരമുലിന്നു വാ ലലാ 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 ലലാ